ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ്, ഫോഴ്സ് സിസ്റ്റം, ഇക്വിലിബ്രിയം ഈ 3 ടോപ്പിക്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള ഈ പോർഷനിൽ ഇനിയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാം. ഓക്കെ, പാർട്ട് എയിൽ വാട്ട് ആർ ദ ലോസസ് ഓഫ് മെക്കാനിക്സ്, ലോസ് ഓഫ് മെക്കാനിക്സ് ചോദിച്ചിട്ടുണ്ട്. അത് ലോസ് ഓഫ് മെക്കാനിക്സ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാരലോഗ്രാം ലോ അതുപോലുള്ള ലോസ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി അതിനെപ്പറ്റി എഴുതാൻ നിൽക്കേണ്ട. ഓക്കെ, എന്താണ് ജസ്റ്റ് ലോസ് എന്ന് കൊടുക്കുക, അതെന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്താണ്, പാരലോഗ്രാം ലോ എന്താണ്, അങ്ങനെ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി എന്താ, ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് കാൻഡിലിവർ ബീം ഓഫ് സ്പാൻ 6 മീറ്റർ ക്യാരിങ് എ UDL ഓഫ് 6 kN/m. അപ്പോൾ നമുക്കൊരു കാൻഡിലിവർ ബീമിൻ്റെ കാര്യം പറയുന്നത്, അതിൻ്റെ സ്പാൻ 6 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊരു UDL 6 kN/m വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടിൽ എത്ര ലോഡ് വരും? ഈ ഫുള്ള് കാൻഡിലിവർ ബീമിൻ്റെ സപ്പോർട്ടാണ് ഇതിൻ്റെ ലോഡ് എടുക്കുന്നത്. അപ്പോൾ 6 × 6 36 kN ആണ് അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അത് വിത്ത് ഫിഗർ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഫിഗർ വരച്ചിട്ട് അത് എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ്, അതിനകത്ത് വരുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പാർട്ട് എയിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് ബീം ഷോൺ ഇൻ ഫിഗർ. ഇതുപോലെ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതിലൊരു കോൺസെൻട്രേറ്റഡ് ലോഡും ഒരു UDL വന്നിട്ടുണ്ട്. ഈ സപ്പോർട്ടുകൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ, നമ്മുടെ പാരലോഗ്രാം ലോ വെച്ചിട്ട് ചെയ്യുന്ന F1 and F2 are two collinear forces. F1 and F2 are two collinear forces when they act in opposite direction. അപ്പോൾ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. when they act in opposite direction the resultant is 34 kN. അതായത് രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ F1 - F2 എന്ന് പറയുന്നതായിരിക്കും 34 അല്ലേ. when they act at right angles to each other the resultant is 50 Newton. അപ്പോൾ റൈറ്റ് ആംഗിൾസ് ആകുമ്പോഴത്തേനും അവർക്ക് 50 Newton ആണ് വരിക. അതായത് √of F1² + F2². അപ്പോൾ ഇങ്ങനെ രണ്ട് റിലേഷൻ ഉണ്ട്. അതിൽ നിന്ന് F1 ഉം F2 ഉം കണ്ടുപിടിക്കാനാണ്. നമ്മൾ പാരലോഗ്രാം ലോയിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാം ലോയുടെ കൺസെപ്റ്റ് ഓരോ ആംഗിളിൽ വരുമ്പോൾ റിസൾട്ടൻ്റ് എത്ര ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റഡ്. എക്സ്പ്ലെയിൻ ഫ്രീ ബോഡി ഡയഗ്രാം വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചിരിക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ശരിക്കും നമ്മൾ ഈ ലാഡറിൻ്റെ പ്രോബ്ലം നമ്മൾ മോഡ്യൂൾ 2 പഠിക്കുന്നത്, ഫ്രിക്ഷനകത്താണ് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ലാഡറിൻ്റെ പ്രോബ്ലം വെച്ചിട്ട് തന്നെ മീൻസ് അതിനകത്ത് ഫ്രിക്ഷൻ ഇല്ലാതൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നു. ഓക്കെ, എ ലാഡർ ഓഫ് വെയ്റ്റ് 30 kg ഈസ് സപ്പോർട്ടഡ് അറ്റ് എ വോൾ ആൻഡ് ഫ്ലോർ ആസ് ഷോൺ ഇൻ ഫിഗർ 1 below. എ മാൻ ഓഫ് വെയ്റ്റ് 72 kg സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ് വെർട്ടിക്കലി. അപ്പം നമുക്ക് ലാഡറിൻ്റെ വെയിറ്റ് അവൻ്റെ സെൻറ്ററിൽ കൂടെ ആക്ട് ചെയ്യുമെന്ന് അറിയാം, 30 kg. അതിലൊരു മാൻ ഉണ്ട്, അയാളെന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നത്, 8 meter എബോവ് ഫ്ലോർ ലെവലാണ്. അപ്പം ഇത് 5 meter, ഇത് 10 meter. മാൻ്റെ പൊസിഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടാണ് ഈ 72 kg ഉള്ള ആൾ നിൽക്കുന്നത്. ദർ ഈസ് എ 100 kg ഫോഴ്സ് ആക്ടിങ് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ലാഡർ വെർട്ടിക്കലി. അപ്പോൾ ഇവിടെ ഒരു 100 kg ഫോഴ്സും വരുന്നുണ്ട്. The mass distribution of ladder is uniform considering all contact surface smooth. അപ്പോൾ ഈ സ്മൂത്ത് എന്നുള്ളതാണ് ഇത് ഫ്രിക്ഷൻ്റെ പ്രോബ്ലം അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതിൽ ജസ്റ്റ് സോൾവ് ചെയ്യാനൊന്നുമില്ല, ഇതിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ജസ്റ്റ് ലാഡർ മാത്രം വരയ്ക്കുക. അതിനകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സർഫസിൽ എങ്ങോട്ടൊക്കെയാണ് നോർമൽ റിയാക്ഷൻസ് ആക്ട് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഇല്ലാത്ത കാരണം ഫ്രിക്ഷൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ. അതുപോലെ തന്നെ ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാരിഗൺസ് തിയറം. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിഗൺസ് തിയറം ഓഫ് കൺകറന്റ് കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാരിഗൺസ് തിയറം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പേഴ്സ്. അതായത് നമുക്ക് 2 ഫോഴ്സ് വരുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എങ്ങനെയാണ്, 3 ഫോഴ്സ് വരുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. 3 മാർക്കിനല്ലേ, ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ.
ഓക്കെ, ഇനി അടുത്തത് ഒരു ബീമിൻ്റെ പ്രോബ്ലം. ബീമിൻ്റെ പ്രോബ്ലം മാറ്റി മാറ്റി ചോദിക്കാം. എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഇടാനുണ്ട് ഈ ഏരിയയിൽ നിന്ന്. മീൻസ് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ചും ക്വസ്റ്റ്യൻസ് മാറ്റി തരാം. അതുകൊണ്ട് ബീമിൻ്റെ പ്രോബ്ലം എങ്ങനെ വന്നാലും, UDL വന്നാലും കോൺസെൻട്രേറ്റഡ് വന്നാലും ക്യാൻഡിലിവർ വന്നാലും എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിപ്പോൾ 2 കോൺസെൻട്രേറ്ററിലൂടെ ആക്ട് ചെയ്യുന്നത് എളുപ്പം. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി റിപ്പീറ്റഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് നമ്മുടെ വെക്ടറിൽ നിന്നുള്ള പ്രോബ്ലം. ദ XYZ കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ XYZ കമ്പോണന്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കമ്പോണന്റ് ഓഫ് ദിസ് ഫോഴ്സ് എലോങ് ലൈൻ ജോയിനിങ് A ആൻഡ് B. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു കമ്പോണന്റ് ഓഫ് ഫോഴ്സ് AB യിൽ വരുമ്പോൾ എങ്ങനെയാണ് അല്ലേ, ഒരു A യിൽ B യിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വേരിയസ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ഫോർ ബി. അതായത് ബീമിൽ വരുന്ന വേരിയസ് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ഏതൊക്കെയാണ്? ക്യാൻഡിലിവർ സപ്പോർട്ട് വരാം, സിംപ്ലി സപ്പോർട്ടഡ് വരാം അല്ലേ, ഫിക്സഡ് ബീംസ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനകത്ത് സിംപ്ലി സപ്പോർട്ടഡ്, അതുപോലെ അല്ലെ പിൻ ജോയിൻറ്റഡ്, റോളർ ജോയിൻറ്റ്, ഫിക്സ്ഡ് ജോയിൻറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ജോയിൻസ് ഒക്കെയാണ് നമ്മൾ ബീമിൽ വരിക. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇപ്പം തന്നെ ഇത് 3 തവണ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. വാരിഗൻസ് തിയറം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് നോക്കിയേ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വെൻ ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് ഷിഫ്റ്റഡ് ഫ്രം പോയിന്റ് P to I minus 6j minus 3k to point Q 4i plus 3j minus k. അപ്പം നമുക്ക് PQ എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലേ. ഫോഴ്സ് F തന്നിട്ടുണ്ട്, 5i plus 2j plus 7k തന്നിട്ടുണ്ട്. അപ്പം വർക്ക് എന്താ, F.S, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി നമുക്ക് പാർട്ട് ബിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. Okay, a solid cylinder 30 mm diameter weighing 30 Newton is placed in a triangular channel as shown in figure, neglecting friction between contact surfaces. അപ്പോൾ friction between contact surface ഇല്ല, ഇവിടെ contact surface friction ഇല്ല, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, നോർമൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ റിയാക്ഷന് എന്താ, find the neglecting friction between contact surfaces, calculate the normal reaction on the sides of the channel. Okay, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡുകളിൽ വരുന്ന നോർമൽ റിയാക്ഷൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഒറ്റ ബോഡി അല്ലേ ഉള്ളൂ, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം, നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി അടുത്ത് നോക്കി, for the system of forces determine the magnitude, direction and position of resultant force about A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിൽ വന്നിരിക്കുന്ന ഫോഴ്സുകളൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്, 200, 300, 150, 100. അപ്പോൾ ഇത് ഈ ഒരു ബോഡി എടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ബാക്കി എല്ലാം ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ മാത്രമേ, 150നെ മാത്രം നമ്മൾ റിസോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ FX കണ്ടുപിടിക്കുക, സിഗ്മ FY കണ്ടുപിടിക്കുക. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ FX ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ FY ദ ഹോൾ സ്ക്വയർ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. എന്താ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടാൻ ഇൻവേഴ്സ് മോഡുലസ് സിഗ്മ FY ഡിവൈഡഡ് ബൈ സിഗ്മ FX. ഓക്കെ, ഇനി അടുത്തത് മെമ്പേഴ്സ് OA, OB, OC ഫ്രം 3 member space stress weighing 10 kilonewton is suspended at joint O. Determine the magnitude of forces induced in each of 3 members of the truss. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് OA, OB, OC എന്ന് വരുന്നുണ്ട്. ഓരോരോ മെമ്പറുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, അതിൽ വരുന്ന ഫോഴ്സുകൾ കണ്ടുപിടിക്കുക. നമ്മൾ ഇതുപോലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട്. A ഹിഞ്ചഡ് സപ്പോർട്ടാണ്, B റോളർ സപ്പോർട്ടാന്ന് പറയുന്നുണ്ട്. 30 kilonewton 6 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്, 45-90 വരുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം കിട്ടുന്നുണ്ടോയെന്ന്. ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത എന്താ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഡിഫൈൻ കപ്പിൾ and explain its characteristics. എന്താണ് കപ്പിൾ? 2 equal and opposite forces separated by a distance d is known as couple അല്ലേ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ, നമ്മൾ ഒരു സ്കെച്ച് വരച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ എ ഫോഴ്സ് ക്യാൻ ബി റിസോൾവ് ഇൻ ടു ഫോഴ്സ് ആൻഡ് കപ്പിൾ. അപ്പോൾ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഒരു ഫോഴ്സ് ആൻഡ് കപ്പിളാക്കി മാറ്റുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് 3 spheres ABC. അപ്പോൾ 3 സ്പിയേഴ്സ് അവരുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, 300, 600, 300 റെസ്പെക്റ്റീവ്ലി ന്യൂട്ടൺ റെസ്പെക്റ്റീവ്ലി, ആൻഡ് ഹാവിംഗ് ഡയമീറ്റേഴ്സ് 800 mm, 1200 mm, 800 mm റെസ്പെക്റ്റീവ്ലി, ആർ പ്ലേസ്ഡ് ഇൻ എ ട്രെഞ്ച് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദ റിയാക്ഷൻസ് ഡെവലപ്ഡ് അറ്റ് കോൺടാക്ട് പോയിന്റ്സ് P, Q, R and S. അപ്പം നമുക്ക് ഇവിടെ എന്താ, ഇവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. P, Q. അപ്പോൾ ഓരോരോ ബോഡിയുടെയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബോഡിയുടെയും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് അത് സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇന്നെടുത്ത് സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ,
ഇനി അടുത്തത് ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ഓഫ് 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഡാം. ഇതൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാമിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ആസ് ഷോൺ ഇൻ ഫിഗർ. ലൊക്കേറ്റ് ഇറ്റ്സ് ഇന്റർസെക്ഷൻ വിത്ത് ബേസ് എ ബി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ റിസൾട്ടന്റ് ഫോഴ്സ് ബേസ് എ ബി ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് അതും കണ്ടുപിടിക്കണം. ഫോർ സേഫ് ഡിസൈൻ this intersection should be within the middle third. Is it safe design? അപ്പോൾ ഈ റിസൾട്ടന്റ് ഏത് പോയിന്റിലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മിഡിൽ തേർഡിലാണോ അല്ലയോ വരുന്നത് എന്നൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡാം ഒക്കെ പഠിക്കുമ്പം പ്രിലിമിനറി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷേ ഇത് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ കൺസെപ്റ്റും റിസൾട്ടൻസിന്റെ കൺസെപ്റ്റും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 50 kN ലോഡ് വരുന്നുണ്ട്, ഇവിടെ ഒരു 30 kN ലോഡ് വരുന്നുണ്ട്. ഫ്രിക്ഷനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ 30നെ നമ്മൾ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്യണം. 120 താഴോട്ടാണ്, ഹൊറിസോണ്ടലാണ് 50. അപ്പോൾ ഇവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. റിസൾട്ടന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ റിസൾട്ടന്റ് എത്ര ആംഗിളാണ്, ഏത് ഡയറക്ഷൻ, ഇവിടെ കൂടെ പാസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. ജോമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഈ ഫസ്റ്റ് 2 മീറ്റർ കഴിഞ്ഞ് സെക്കൻഡ് 2 മീറ്റർ മിഡിൽ 2ലാണോ വരുന്നത് നോക്കുക. ആണെങ്കിൽ അത് സേഫ് ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കി ഡിറ്റർമിൻ ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഫോർ ദ ബീം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതൊരു ഓവർഹാങ്ങിങ് ബീം കണ്ടോ. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു ഓവർഹാങ് ഉണ്ട്. അതിലാണ് UDL വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് 30 kN ലോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് എടുത്താലും മതി കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കി ദ സ്റ്റേവെയർ ഓഫ് എ ടവർ ഈസ് ആങ്കേർഡ് ബൈ മീൻസ് ഓഫ് എ ബോൾട്ട് അറ്റ് എ. As shown in figure, the force in the AB is 75 kN. Determine the components Fx, Fy, Fz of the force at A. അപ്പോൾ ഇത് വെക്ടറിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് എയുടെ പോയിന്റ്സ് ഒക്കെ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാം. AB-യിൽ വരുന്ന ഫോഴ്സ് 75 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കമ്പോണൻസ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അത് നമ്മൾ പഠിച്ച മോഡലാണ്. ഇനി അടുത്ത് നോക്കി സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലാമീസ് തിയറം. ഇത് പാർട്ട് എയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലാമീസ് തിയറം. ലാമീസ് തിയറം അറിയാലോ, നമ്മൾ 3 ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ F1 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ് എന്ന് പറയുന്നത് F2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്, പിന്നെ F3 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ other 2 forces. അപ്പോൾ F1 divided by sin alpha is equal to F2 divided by sin beta is equal to F3 divided by sin gamma. Okay. ഇനി അടുത്ത് നോക്കി a force of 1000 Newton act on a bracket as shown in figure. Determine the moment of force about Q. അപ്പോൾ Qന് about ആയിട്ടുള്ള moment of force ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് വന്നാൽ ഇതിനെ നമ്മളൊരു ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ആയിട്ട് റിസോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൊമെന്റ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ കൺകറന്റ് ആൻഡ് നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. അപ്പോൾ കൺകറന്റ് ആൻഡ് നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്? നമ്മൾ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കി എ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 60 Newton ഈസ് അപ്ലൈഡ് അറ്റ് ദ ഒറിജിൻ ഓഫ് XYZ ആക്സിസ് ആൻഡ് ത്രൂ ദ പോയിന്റ് എ. അപ്പം നമുക്ക് ഒരു ഫോഴ്സ് പറയുന്നുണ്ട്, അത് ഒരു 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ഒറിജിന, അടുത്ത പോയിന്റ് ആണ് 1, 1.5, 2.25 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിൻ ദ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് അലോങ് XYZ ആക്സിസ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ആക്സിസ്. എളുപ്പമല്ലേ? കമ്പോണന്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് 30, 40, 50 and 60 Newton force are acting along the lines joining center of a square of side 2 meter to its vertices. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? along the lines joining the center of square. അപ്പോൾ നമ്മുടെ സെന്റർ ഓഫ് സ്ക്വയറും അതിന്റെ സ്ക്വയർ ഓഫ് സൈഡ് 2 meter. ഓക്കെ, അപ്പോൾ സെന്ററിൽ നിന്ന് വേർട്ടീസസിലോട്ടാണ് ഓരോരോ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഫിഗറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 2 cylinders of weight 400 Newton, 200 Newton with radius 2 meter and 1 meter rest in a horizontal channel having vertical walls and base width 5.6 meter തന്നിട്ടുണ്ട്. Find the reactions at A, B, D. അതായത് കോണ്ടാക്ട് പോയിന്റുകൾ A, B, D. ഇതുപോലെ വരുന്ന കോണ്ടാക്ട് പോയിന്റുകളിൽ വരുന്ന റിയാക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടുത്തെ നോർമൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോഡിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മതി. അടുത്തതും സപ്പോർട്ട് റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഇൻക്ലൈൻ ഫോഴ്സ് വന്നിട്ടുണ്ട്. ഇൻക്ലൈൻ ഫോഴ്സ് വരുമ്പോൾ ഇതിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 2 forces F and 2F act on a particle. The first force is increased by 12 kN and the second force is doubled. The direction of their resultant remains unchanged. Find the value of F. അപ്പോൾ നമ്മുടെ പാരലോഗ്രാം ലോ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണിത്.
ഇനി അടുത്ത് നോക്കിയേ 5 forces 4√3 5√3 3 kilonewton respectively act at one of the angular points of regular hexagon towards other 5 angular points. Okay, find the magnitude and direction of this resultant force. അപ്പോൾ ഒരു ആംഗുലർ പോയിന്റിൽ നിന്ന് അതർ ആംഗുലർ പോയിന്റ്സിലോട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരും. അതായത് ഒന്ന് 4, അടുത്തത് √3, അടുത്തത് 5, അടുത്തത് പിന്നെ √3, പിന്നെ 3. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വരുന്ന ഒരു ഫോഴ്സ് സിസ്റ്റം ആണ്. അതിനെ നമ്മൾ റിസോൾവ് ചെയ്തെടുത്താലും മതി. ഓക്കെ, അടുത്ത് നോക്കിയേ. എ ബീം AB 10 meter long is hinged at A and supported on rollers over a smooth inclined at 30 degree to horizontal at B. അപ്പോൾ ഇവിടെ എന്താണ്, ഈ സപ്പോർട്ട് റിയാക്ഷൻ കുറച്ച് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഈ സപ്പോർട്ട് റിയാക്ഷൻ കൊടുക്കുന്ന രണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻസും വെർട്ടിക്കൽ റിയാക്ഷനും ആയിട്ടായിരിക്കും ഈ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഈ 5 kilonewtonനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബീമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ ചെയ്തൊരു പ്രോബ്ലം അല്ലേ. 3 cylinder with the given diameters are arranged in shown in figure. പിന്നെന്താ, the cylinders A and B of weight 1000 Newton each. അപ്പോൾ എയുടെയും ബിയുടെയും വെയിറ്റ് പറയുന്നുണ്ട് 1000 Newton ആണ്. ഓക്കെ, ആൻഡ് വെയിറ്റ് ഓഫ് സിലിണ്ടർ സി എന്ന് പറയുന്നത് 2000 Newton ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾസ് തന്നിട്ടില്ല, അതിന് വരെ നമുക്കിവിടെ ഡിസ്റ്റൻസുകളാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക, ഓരോ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. Okay, a rigid bar is subjected to a system of parallel forces as shown in figure. Reduce this system into single force and moment system. അപ്പോൾ നമ്മൾ സിംഗിൾ ഫോഴ്സ് ആൻഡ് മൊമെന്റ് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സ് എടുക്കുക, അതിനെ ആ ഫോഴ്സിനെ നമ്മളൊരു സോഴ്സും മൊമെന്റും ആക്കുന്ന പരിപാടിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ദ ഗ്രേറ്റസ്റ്റ്, ഇത് പാർട്ട് എയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ്. ഗ്രേറ്റസ്റ്റ് റിസൾട്ടന്റ് രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. അതായത് F1 + F2 തന്നിട്ടുണ്ട്, F1 - F2 തന്നിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വെൻ ദ റിസൾട്ടന്റ് ഈസ് √149. അപ്പോൾ നമ്മൾ ഇവർക്കിടയിലുള്ള ആംഗിൾ √149 ആണെങ്കിൽ എന്താണ് അവരുടെ റിസൾട്ടന്റ് എത്ര എന്നാണ്, ആംഗിൾ തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് റിസൾട്ടന്റ് √149 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാമല്ലോ. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം AB ഓഫ് സ്പാൻ 4 meter ഈസ് ക്യാരിയിങ് പോയിന്റ് ലോഡ്സ് 5 kilonewton 2 kilonewton ആൻഡ് 3 kilonewton. അപ്പോൾ 5 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. യൂണിറ്റ്സ് ഒക്കെ കൊടുക്കണം കേട്ടോ, യൂണിറ്റ്സ് ഒന്നും വിട്ടുപോകല്ലോ. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് വരുന്നുണ്ട്. അത് എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, എയിൽ നിന്ന് 1 meter മാറിയിട്ടാണ് 5 ഇരിക്കുന്നത്, എയിൽ നിന്ന് 2 meter മാറിയിട്ടാണ് 2 ഇരിക്കുന്നത്, എയിൽ നിന്ന് 3 meter മാറിയിട്ടാണ് അടുത്ത 3 ഇരിക്കുന്നത്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് സപ്പോർട്ട് റിയാക്ഷൻ. എളുപ്പമല്ലേ, വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് റിയാക്ഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. σFy = 0, σM = 0 എന്നുള്ള രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഇനി ABCD is a rectangle in which AB, BC ഒക്കെ തന്നിട്ടുണ്ട്. E is the middle point of AB. Forces of magnitude 16, 14, 18, 8, 10 and 20 Newton act along. ഓരോ ഡയറക്ഷനിലും അത് ആക്ട് ചെയ്യുന്ന പറയുന്നുണ്ട് കേട്ടോ. ഫൈൻഡ് ദ magnitude, direction and position with respect to ABCD of a single force to keep the body in equilibrium. അപ്പം നമുക്ക് എന്താ, ഒരു സിംഗിൾ ഫോഴ്സ് അതിനെ ഇക്വിലിബ്രിയത്തിലാക്കണം. എന്താ, അതിൻ്റെ റിസൾട്ടന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അവൻ ആക്ട് ചെയ്യണം അല്ലേ. B is to right of A and taken in anti-clockwise direction. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിഗർ വരച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ പതുക്കെ സോൾവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. എ സിലിണ്ട്രിക്കൽ റോഡ് റോളർ ഓഫ് വെയിങ് 1000 Newton and radius 30 cm is pulled by a force F through the center of the wheel. While moving, it comes across an obstacle of height 15 cm. Calculate least force F required to cross the obstacle. അപ്പോൾ നമ്മൾക്ക് ഈ സിലിണ്ട്രിക്കൽ റോഡിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. 15 cm ഹൈറ്റ് വരുന്ന ഒബ്സ്റ്റക്കിളിൽ കൂടെ അത് മൂവ് ചെയ്യുന്നതിൻ്റെ ഓർക്കുന്നുണ്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപോലെ ഇത് സോൾവ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ. എ ഫോഴ്സ് ആക്ട്സ് അറ്റ് ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ എ ഡയറക്ഷൻ ഡിഫൈൻഡ് ബൈ α(x) ഉം α(z) തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് x ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ z ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ. നോയിങ് ദാറ്റ് ദ y കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, y കമ്പോണന്റ് തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കണം, അതർ കമ്പോണൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വെക്ടറിൽ നിന്നുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ, നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 14നെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു 20 kilonewton ഉണ്ട് അല്ലേ, അത് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുക, അത് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ എന്തുണ്ടാക്കും, നമുക്ക് ഒരു വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു മൊമെന്റ് വരും. ഓക്കെ, അപ്പോൾ ആ മൊമെന്റ് കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ABCD ഒരു സ്ക്വയർ ആണ്, ഈച്ച് സൈഡ് ബീങ് 20 cm ആൻഡ് E is the middle point of AB. Forces of magnitude 7, 8, 12, 5, 9, 6 Newton acting on the direction AB, EC, BC, CD, CA.
ഓക്കെ, DE ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ ഒരു സ്ക്വയർ ആണ്, അതിൻ്റെ ഓരോ സൈഡും തന്നിട്ടുണ്ട്, മിഡിൽ പോയിന്റ് E ആണെന്ന് പറയുന്നുണ്ട്. ഇയിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഓരോരോ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഡയറക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി 3 സിലിണ്ടർ ഇക്വിലിബ്രിയം വരുന്നതാണ്. 3 സിലിണ്ടർ 100 ന്യൂട്ടൺ ആണ്, 80 mm ഡയമീറ്റർ ആണ്. അതൊരു ചാനലിൽ വെച്ചേക്കാണ്. അത് ചാനലിന്റെ വിഡ്ത്ത് 180 mm ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡിറ്റർമിൻ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സിലിണ്ടർ A ഓൺ B, അതായത് എയ്ക്കും ബിക്കും ഇടയിൽ വരുന്ന നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എന്താ, ദ സിലിണ്ടർ B ഓൺ ദ ബേസ്, അതായത് ബിക്ക് ബേസിലോട്ട് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ ബേസിൽ നിന്ന് തിരിച്ചു കൊടുക്കുന്നത്. ദ സിലിണ്ടർ B ഓൺ ദ വോൾ, അതായത് ഇവിടെ വരുന്ന നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇവരുടെ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ഒരു സപ്പോർട്ട് റിയാക്ഷൻ്റെ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇൻക്ലൈൻഡിനെ എല്ലാം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കൺകറന്റ് ഫോഴ്സസ് ആർ അപ്ലൈഡ് അറ്റ് ദ സെന്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ ആക്ടിംഗ് ടുവേർഡ്സ് വെർട്ടിസസ്, ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. എളുപ്പം, ഇവിടെ ഈ 2 ഫോഴ്സുകൾ ഹൊറിസോണ്ടലാണ്, ബാക്കി വരുന്ന ഫോഴ്സുകളെല്ലാം നമ്മൾ ഹൊറിസോണ്ടലി വെർട്ടിക്കലി റിസോൾവ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, എ ബോൾ ഓഫ് വെയ്റ്റ് 120 ന്യൂട്ടൺ rests in a right angled groove as shown in figure. The sides of the grooves are inclined at an angle 30 degree and 60 degree. If all the surfaces are smooth, then determine reaction RA and RC at the points of contact. അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ? ആ പ്രോബ്ലം തന്നെ ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ, RA and RC കണ്ടുപിടിക്കേണ്ട ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ബോഡി ഉള്ളൂ. അതുകൊണ്ട് ഒരു സിംഗിൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അടുത്തത് സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ് ആണ്. ഇതിനെ നമ്മൾ സിംഗിൾ ഫോഴ്സ് സിസ്റ്റം, സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റം ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, സെയിം റിപ്പീറ്റഡ് പോലത്തെ ക്വസ്റ്റ്യൻ അത് കണ്ടോ. അടുത്ത നമ്മൾ ആ പെൻഡഗണിന്റെ പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റിയിട്ട് അതിന്റെ ഡയറക്ഷൻ എല്ലാം കാണിച്ചിട്ട് നമുക്കുണ്ട്. ഓക്കെ, അപ്പം 15 ന്യൂട്ടൺ 20, 25, 35, 45 എല്ലാം ഒരു ആംഗുലർ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ആക്ട് ചെയ്യാണ്. നമുക്ക് ഇവന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് കണ്ടുപിടിച്ചാൽ എളുപ്പം അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, നേരത്തെ കണ്ട പോലെ ഇതുപോലെ സിംഗിൾ ഫോഴ്സ്, സിംഗിൾ മൊമെന്റ്, ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം, ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കണം. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നോക്കിയേ, ഈ 4 കിലോ ന്യൂട്ടനെ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ 8 കിലോ ന്യൂട്ടൺ 2 മീറ്റർ മാറിയിട്ടാകുമ്പോൾ 8 × 2 16 കിലോ ന്യൂട്ടൺ ഒരു മൊമെന്റ് ആയിട്ട് ആ പോയിന്റിൽ ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ ലാമിസ് തിയറം വെച്ചിട്ട് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ലാമിസ് തിയറത്തിൽ നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക് P ഉണ്ട്, 5 കിലോഗ്രാം ഉണ്ട്. ബ്ലോക്ക് Qന്റെ മാസ് നമുക്ക് അറിയത്തില്ല. ഓക്കെ, വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഡിറ്റർമിൻ ദ മാസ് ഓഫ് Q. അപ്പോൾ നമ്മൾ B എന്നുള്ള പോയിന്റിലും C എന്നുള്ള പോയിന്റിലും ഇക്വിലിബ്രിയം എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, 2 homogeneous spherical balls rest between 2 vertical walls as shown in figure. Radius of smaller ball 16 cm ആണെന്ന് പറയുന്നുണ്ട്. അവന്റെ weight 1.15 kilonewton ആണെന്ന് പറയുന്നുണ്ട്. ലാർജർ ബോളിന്റെ 24 cm ആണ്, അതിന്റെ weight 3.45 kilonewton ആണെന്ന് പറയുന്നുണ്ട്. ആ വോൾസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 72 cm ആണെന്ന് പറയുന്നുണ്ട്. രണ്ട് കോണ്ടാക്ട് സർഫേസസ് സ്മൂത്ത് ആണ്. നമ്മൾ രണ്ടിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ കോണ്ടാക്ട് പോയിന്റ്സിലുള്ള റിയാക്ഷൻസും കണ്ടുപിടിക്കണം. അടുത്തൊരു പ്രോബ്ലം നോക്കി, 2 UDL-ഉം 2 കോൺസെൻട്രേറ്റഡ് ലോഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീം കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ 20 കിലോ ന്യൂട്ടനെ ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കിയേ, എ റോപ്പ് 9 meter long is connected at A and B. 2 points on the same level. അവർ രണ്ടും 8 meters apart ആണ്. ഓക്കെ, അപ്പോൾ a load of 300 Newton is suspended at a point C on the rope 3 meter from A. അപ്പം ഒരു 300 Newton ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. What load connected to point D on the rope 2 meter from B? It is necessary to keep portion CD parallel to AB. അപ്പോൾ ഈ CD യും AB യും പാരലൽ ആണെങ്കിൽ ഇവിടെ നിന്ന് എത്ര വെയിറ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യണം? അപ്പോൾ CD യും D യുടെ എക്വിലിബ്രിയം എടുത്താൽ മതി അല്ലേ? ഇവിടെ ആംഗിൾസ് തന്നിട്ടില്ല, സൈഡ്സ് വെച്ചിട്ട് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇത് 9 meter ആകുമ്പോൾ 3 ആണ്, ഇത് 2 ആണ്, 5, ബാക്കി പോയിട്ട് ഇവിടെ 4 meter ആയിരിക്കും. ബാക്കി നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാമല്ലോ, ഇങ്ങനെ വരച്ചിട്ട് ജംഗ്ഷനിൽ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി അടുത്തത് നമ്മുടെ ഒരു റെഗുലർ ഹെക്സഗണിൽ സെൻറ്ററിൽ നിന്ന് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ടാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് എളുപ്പം അല്ലേ? ഇനി അടുത്ത നോക്കിയേ, യൂണിഫോം വീൽ 60 cm ഡയമീറ്റർ വെയിങ് 1000 Newton ഒരു റെക്ടാങ്കുലർ ഒബ്സ്റ്റക്കിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അതായത് required which when acting through the center of the wheel will just turn the wheel over the corner of the block. അപ്പോൾ ഇതിങ്ങനെ ഈ കോർണറിൽ കൂടി ഇങ്ങനെ കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ കോണ്ടാക്ട്, ഈ ബോട്ടത്തിൽ നിന്നുള്ള കോണ്ടാക്ട് വിടും
അല്ലേ? പിന്നെ ബാക്കി ഇവൻ്റെ ഇക്വിലിബ്രിയംസ് എഴുതി ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയാൽ മതി. അടുത്തതും നമ്മുടെ ഒരു കേബിളിൻ്റെ പ്രോബ്ലമാണ്. 2 ലോഡ് കണക്ട് ചെയ്യുന്നുണ്ട് ബിയിലും ഡിയിലും. അതായത് നമുക്ക് ഓരോരോ സെഗ്മെൻറ്റുകളിലെയും ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലാമീസ് തിയറം അല്ലെങ്കിൽ ബിയിലും ഡിയിലെ ഇക്വിലിബ്രിയം വെച്ചിട്ട് സോൾവ് ചെയ്യാം. അടുത്തൊരു ബീമിൻ്റെ പ്രോബ്ലമാണ്. റിജിഡ് ബാർ വെച്ചിട്ടുണ്ട്. ഇതൊരു റിജിഡ് ബാറിൻ്റെ സിംഗിൾ ഫോഴ്സ് സിസ്റ്റവും ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റാനുള്ളതാണ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് 22 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. മൊമെൻറ്റ് എന്താ? ഫോഴ്സിൻ്റെ അതിൻ്റെ ലിവർ ആം എടുത്താൽ മതി. ഇനി രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ കോസ് തീറ്റ എടുത്തിട്ട് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ കോസിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ തീറ്റ വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇവിടെയും നമുക്ക് റിയാക്ഷൻ എ ബിയിലെ സപ്പോർട്ടിലെ റിയാക്ഷനാണ്. അപ്പോൾ ഇവനെ ജസ്റ്റ് ഇങ്ങനെ റിസോൾവ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്തൊരു പ്രോബ്ലം അല്ലേ. 2 കേബിൾ എ ആൻഡ് സി അറ്റാച്ച്ഡ് അറ്റ് എ ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ഓഫ് 2 കേബിൾ. അപ്പോൾ എയുടെയും എ ബിയുടെ എ സിയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. 200 ന്യൂട്ടൺ ആണ് കേബിൾ എ ബിയിൽ വരുന്നത്. ഓക്കെ, 1500 ന്യൂട്ടൺ ആണ് എ സിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ റിസൾട്ടൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടറിൻ്റെ സെക്ഷനിൽ വരുന്ന പ്രോബ്ലം ഇത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. എ സ്ലെൻഡർ ബാർ എ ബി ഓഫ് വെയിറ്റ് 100 ന്യൂട്ടൺ, ലെങ്ത് 6 മീറ്റർ, റെസ്റ്റ് ഓൺ എ സ്മോൾ റോളർ അറ്റ് ഡി. The end A rests on the smooth vertical wall as shown in figure. Calculate the angle theta that the bar makes with the horizontal for the conditions of equilibrium. അപ്പോൾ ഈ ബാറിൻ്റെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ആണ് എഴുതുന്നത്. അപ്പം ബാറിനകത്ത് എന്തൊക്കെ ഫോഴ്സുകൾ, ഇവിടെ നോർമൽ റിയാക്ഷൻ വരും, ഇവൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും, ഈ സപ്പോർട്ട് ഇങ്ങോട്ട് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ, ഇതെല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി. Okay, a roller of weight 1000 Newton rests on a smooth inclined plane and is kept from rolling down by a string AC. The tension S in the string and reaction at the point of contact A and B. അപ്പോൾ എയിലും ബിയിലും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന റിയാക്ഷനും എ സിയിൽ വരുന്ന ടെൻഷനും നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അവൻ്റെ വെയിറ്റ് 1000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതും നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടെ ഇൻക്ലൈൻഡ് സപ്പോർട്ട് ആയത് കാരണം ഈ ഇൻക്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് വരും. പിന്നെ ഇവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഇതിനെ റിസോൾവ് ചെയ്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ 0, സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0, സിഗ്മ എം 0 3 ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഒരുമാതിരി ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വന്നിട്ടുള്ള ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ബീമിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ വെക്ടർ, ഇക്വിലിബ്രിയം ഒക്കെ എങ്ങനെ വേണമെങ്കിലും മാറ്റി തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് നല്ല ക്ലിയർ ആവുക. അത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെക്കാനിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.